ഹേ ഗായ്സ്, ഇത് ടോപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് പാർട്ട് കാണാതെ ആരും സെക്കൻഡ് പാർട്ട് കാണരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടില് ടോപ്പിന്റെ മോൾ ഭാഗവും അടിയിലത്തെ ആ വിതിർന്ന് കിടക്കുന്ന ഭാഗത്തെ ഫസ്റ്റ് ലെയറും ആണ് ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ നമുക്ക് സെക്കൻഡ് ലെയർ തൊട്ടിട്ട് സ്റ്റിച്ച് വ്യത്യാസമുണ്ട്, വി സ്റ്റിച്ച് ആണ്. അപ്പൊ ഇതിൽ ഞാൻ കാണിക്കുന്നത് തേർഡ് ലെയർ തൊട്ടിട്ടാണ്. സെക്കൻഡ് ലെയർ തൊട്ട് ഇതേ സ്റ്റിച്ച് തന്നെയാണ്. അപ്പൊ ആദ്യം ഞാൻ അത് ജോയിൻ ചെയ്തു, അതായത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ദെൻ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. അതിനുശേഷം സെയിം, അതായത് ആ സെയിം ഹോളിൽ തന്നെ നമുക്ക് ഡബിൾ ക്രോഷ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് സെക്കൻഡ് ലെയർ തൊട്ടിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ദെൻ ഒരു സ്റ്റിച്ച് വിട്ടിട്ട് സെക്കൻഡ് സ്റ്റിച്ചില് നമുക്ക് ഡബിൾ ക്രോഷ് ചെയ്യാം. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ് കൂടി ചെയ്യണം. ഇങ്ങനെയാണ് ഈ ടോപ്പിൽ നമ്മൾ വി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ കിട്ടും. ദെൻ സെയിം പ്രോസസ് തന്നെ ഒരു സ്റ്റിച്ച് വിട്ടിട്ട് ഡബിൾ ക്രോഷ് ചെയ്യുക. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ് കൂടി ചെയ്യണം. ഓക്കെ, അതായത് ആദ്യം 4 സ്റ്റിച്ച് ഇട്ടു. ദെൻ ഒരു 4 സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ. ദെൻ ഒരു സ്റ്റിച്ച് വിട. ദെൻ അപ്പുറത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ, അതിന്റെ ഇടയിൽ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ഇത് തന്നെയാണ് ഫുൾ കണ്ടിന്യൂഷൻ. അപ്പോ നിങ്ങൾക്ക് എന്തോരമാണ് ഇറക്കം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീൻസിന് പറ്റിയിട്ടുള്ള ടോപ്പാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിന്റെ അളവ് എത്തിയത് കൊണ്ട് ഏറ്റവും അടിയിലത്തെ ഡിസൈൻ നമുക്ക് കൊടുക്കാം. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് ലാസ്റ്റ് ഈ ഒരു ലെയർ കൊടുക്കുക. ആദ്യം അത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യുക. അതിനുശേഷം 4 ചെയിൻ സ്റ്റിച്ച് ഇടുക. അതിനുശേഷം അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ് ചെയ്യുക. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. വീണ്ടും അതേ സ്റ്റിച്ചിൽ തന്നെ ഡബിൾ ക്രോഷ് ചെയ്യുക. ഇപ്പൊ ടോട്ടൽ 3 ഡബിൾ ക്രോഷ് ആയി. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് വീണ്ടും ഡബിൾ ക്രോഷ് ചെയ്യുക. ആ 4 സ്റ്റിച്ചില് നമ്മൾ ആദ്യത്തെ 4 ചെയിൻ സ്റ്റിച്ച് അത് ഒരു ഡബിൾ ക്രോഷ് ആണ് കേട്ടോ. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് ഒന്നും കൂടെ നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 6 ഡബിൾ ക്രോഷേ ആണ് വേണ്ടത്. അതായത് ആ ഫസ്റ്റ് ഇട്ട നമ്മളുടെ 4 ചെയിൻ സ്റ്റിച്ച് അടക്കം 6 ഡബിൾ ക്രോഷ. ഓക്കെ, ദെൻ തൊട്ട് ഇപ്പുറത്തെ സ്റ്റിച്ചില് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് ചെയ്തു. ദെൻ വീണ്ടും തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചില് 6 ഡബിൾ ക്രോഷ് ചെയ്യുക. ഒരു സ്റ്റിച്ച് വിട്ടതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. എന്നാലാണ് ആ ഒരു ഡിസൈൻ ഒരു വിരിഞ്ഞ് കിടക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞും കുളഞ്ഞായിട്ട് കിടക്കും. ഇപ്പൊ ഞാൻ അങ്ങനെ വെച്ചുകൊണ്ട് വളഞ്ഞിരിക്കുന്നതാണ്, നിവർന്നിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നല്ല വിരിഞ്ഞ് കിടക്കും കേട്ടോ ഈ സ്റ്റിച്ച്. അതിനുശേഷം നമുക്ക് നെക്കില് ഈ ഏറ്റവും അടിയിലത്തെ സ്റ്റിച്ച് തന്നെയാണ് നെക്കിലും കൊടുക്കുന്നത്. അപ്പൊ അതിന് തൊട്ട് മുന്നേ നമ്മള് നെക്കിലും നമ്മുടെ സ്ലീവിന്റെ ഏരിയയിലും ആ ഒരു ചുറ്റും കംപ്ലീറ്റ് എന്ത് ചെയ്യണം, നമുക്ക് സിംഗിൾ ക്രോഷ് ഇട്ടാണ് കൊടുക്കേണ്ടത് ആദ്യം. അപ്പൊ എല്ലാ സ്റ്റിച്ചിലും ഒരു സ്റ്റിച്ച് പോലും വിടാതെ സിംഗിൾ ക്രോഷ് ഇട്ട് കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് കുട്ടിയുടെ ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് പോലും വിടാതെ സിംഗിൾ ക്രോഷ് ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് വിട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ചും കൂടെ ടൈറ്റ് ആവും നെക്ക്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതല്ല, നിങ്ങൾക്ക് ലൂസാണ് ടൈറ്റും കുറച്ചും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ചൊക്കെ വിട്ടിട്ട് വേണമെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ഇടാം തൽക്കാലത്തേക്ക്, മുഴുവൻ അഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും അടിയിലത്തെ പാർട്ടില് നമ്മൾ ഡിസൈൻ കൊടുത്ത പോലെ തന്നെയാണ് ഇതിലും കൊടുക്കേണ്ടത്. അപ്പൊ സിംഗിൾ ക്രോഷ് ചുറ്റും ഞാൻ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഒരു സ്റ്റിച്ചില് 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. പിന്നെ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ടോ ഒരു 3-4 4-5 സ്റ്റിച്ചോ 5 ഇടണ്ട, ഒരു 4 ഇട്ടാൽ മതിയാവും. ഡബിൾ ക്രോഷ് ചെയ്യുക. ദെൻ തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചില് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് ഹെവി ആവിപ്പോ. അപ്പൊ ഒരു 4-5 ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചില് സെയിം തന്നെ 4-5 ഡബിൾ ക്രോഷ് ചെയ്യുക. ദെൻ തൊട്ടിപ്പുറത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പൊ ഒരു ഫ്ലവറിന്റെ പെറ്റൽ രൂപത്തിലായിരിക്കും സംഭവം വരാം.
അപ്പൊ ഏറ്റവും അടുത്ത സെയിം സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മറ്റേല് തൊട്ടടിയിൽ 6 ഡബിൾ ക്രോഷ്യാണ് ഓരോ സ്റ്റിച്ചിലും ചെയ്തത്. ഇതിലൊരു 4-5 ചെയ്താൽ മതി, കാരണം അത്രയും വലിയ ആ ഒരു ഫ്രില്ല് നെക്കില് വേണ്ട. പിന്നെ എനിക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടിലെ നെക്കില് പോർഷൻ മാത്രം ഞാനിത് കൊടുത്തോളൂ. കംപ്ലീറ്റ് സിംഗിൾ ക്രോഷ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ സിംഗിൾ ക്രോഷ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ എന്തോ പോലെയിട്ട് കിടക്കും. അതുപോലെ സ്ലീവിലും സിംഗിൾ ക്രോഷ് ചെയ്തിടണം കേട്ടോ, അല്ലെങ്കിൽ ഫിനിഷിങ് കിട്ടില്ല. അതും മറക്കരുത് കേട്ടാ. അതായത് ഒരു ഏരിയ പോലും സ്റ്റിച്ച് ചെയ്യാണ്ട് ഇടരുത്. സിംഗിൾ ക്രോഷ മസ്റ്റ് ആയിട്ടെങ്കിലും ചെയ്തിടണം. ഓക്കെ. പിന്നെ ഞാൻ ഫ്രണ്ടിൽ മാത്രമാണ് ആ ഒരു ഡിസൈൻ കൊടുത്തോളൂ. പിന്നെ ബാക്കിലത്തെ നെക്കില് ഞാൻ ജസ്റ്റ് സിംഗിൾ മറ്റേ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു ഐഡിയ പോലെ ഒരു വള്ളി പോലെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട്. അതിന് പ്രത്യേകിച്ച് അറിയണം എന്നില്ല, കാരണം ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്.